നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. റിലീസിന് മുൻപ് സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റും. പക്ഷേ അതിലൊരു തിരുത്തലുണ്ട്. കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലെ മതികെട്ടാൻ ചോല ഗുണ കേവ് കാണാനെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഗ്യാങ് മലയാളത്തിന്റെ മാത്രമല്ല തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെയും സീൻ മാറ്റി എഴുതി. റിലീസ് ചെയ്ത് 12ാം ദിനം 100 കോടി കളക്ഷൻ എന്ന ഉജ്ജ്വല നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. മോളിവുഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ 100 കോടി ക്ലബ് പ്രവേശനം കൂടിയാണിത്. ജാനെ മന്നിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമ നേടിയ ഏറ്റവും വലിയ വിജയമായി മാറി. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 15 കോടിയിലധികമാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്. ഇന്ത്യയിൽ നിന്നു മാത്രം 56 കോടിയാണ് ചിത്രം നേടിയത്. വിദേശത്തു നിന്ന് 40 കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചു. ലൂസിഫർ, പുലിമുരുകൻ, 2018 എന്നിവയ്ക്ക് ശേഷം തിയേറ്റർ കളക്ഷനിലൂടെ 100 കോടി ക്ലബിലെത്തുന്ന 4ാമത്തെ മലയാള ചിത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. ഫെബ്രുവരി 22-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം കൊടൈക്കനാലിലെ പ്രശസ്തമായ ഗുണ കേവിന്റെ പശ്ചാത്തലത്തിൽ സർവൈവൽ ത്രില്ലറായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്.